ഇന്നലെ കണ്ണൂർ എക്സൈസ് സ്ക്വാഡ് പാർട്ടി കണ്ണൂർ ജില്ലയിൽ നടത്തിയ മയക്കുമരുന്ന് പരിശോധനയിൽ 207.84 ഗ്രാം മെത്താഫെറ്റമിൻ കൈവശം വെച്ച കുറ്റത്തിന് കണ്ണൂർ ജില്ലയിലെ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാണ്ടികശാല വീട്ടിൽ മുഹമ്മദ് മഷൂദ് എന്നൊരാളും ചെക്കൻ്റകത്ത് വീട്ടിൽ മുഹമ്മദ് ആസാദ് എന്നിവരെ, ഒരാൾ 27 വയസ്സ്, ഒരാൾ 28 വയസ്സ്, 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ദിവസങ്ങളായി പല രീതിയിലുള്ള കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ഞങ്ങൾക്ക് പല രീതിയിലുള്ള മയക്കുമരുന്നുകൾ, ബ്രൗൺ ഷുഗർ ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ ഞങ്ങൾ പിടികൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചോന്നമാണ് ഇതും ഞങ്ങൾ പിടികൂടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് മയക്കുമരുന്ന് ഈ കണ്ടുപിടിച്ച ഒരു മെത്തേഡെന്ന് പറയുന്നതും അതുപോലെ മയക്കുമരുന്നിൻ്റെ വിൽപ്പനയും ഇപ്പം വളരെ നൂതനമായ രീതിയിലാണ് ഈ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നത്. നമ്മളെ പണ്ടത്തെ പ്രാകൃതമായ രീതിയൊന്നുമല്ല. ഒരാൾ പൈസ മേടിക്കുക, അയാൾ തന്നെ മയക്കുമരുന്ന് കൊടുക്കുന്ന ഒരു രീതിയല്ല ഇപ്പോൾ ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാർ അവലംബിച്ച് വരുന്നത്. വളരെ ഹൈടെക് ആയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സിന്തറ്റിക് മരുന്നുകൾ നമ്മളുടെ കണ്ണൂരും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും നടത്തി വരുന്നത്. അപ്പോൾ ഇത് ഷിജുമോനാണ്, എക്സൈസ് കമ്മീഷണർ സ്പെഷ്യൽ സ്ക്വാഡിലെ മെമ്പറാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയും. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 207.84 ഗ്രാം മെത്താഫെറ്റമിനാണ് പിടികൂടിയിട്ടുള്ളത്. ഇവരെ കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ ഇതിൽ പിന്നെ ഇപ്പോൾ ഉള്ള ആളുകൾ, യങ്സ്റ്റേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഡ്രോപ്പിംഗ് സിസ്റ്റമാണ്. അതായത് ഡ്രോപ്പിംഗ് സിസ്റ്റം, അതിനെക്കുറിച്ച് ഷിജുമോൻ കൃത്യമായിട്ട് പറയും. കണ്ണൂർ ടൗണിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ളത് മെത്താംഫെറ്റമിൻ പിടിച്ചെടുത്തിട്ടുണ്ട്, ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തിട്ടുണ്ട്, അതേപോലെ ബ്രൗൺ ഷുഗർ. വളരെ ഈ അടുത്തായിട്ട് നമ്മുടെ കണ്ണൂരിലും തൊട്ടടുത്ത പ്രദേശങ്ങളായ വടകരയിലൊക്കെ മരണം വരെ ഉണ്ടാക്കിയിട്ടുള്ള ബ്രൗൺ ഷുഗറും നമ്മൾ കഴിഞ്ഞ ദിവസം 7.8 ഗ്രാമോളം പിടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ മെത്താംഫെറ്റമിൻ നമ്മൾ പിടികൂടിയിട്ടുള്ള 207 ഗ്രാമാണ്. വലിയ അളവിലുള്ളൊരു മയക്കുമരുന്ന് വേട്ടയാണ് ഈ അടുത്ത് കണ്ണൂരിൻ്റെ ഹിസ്റ്ററിയിൽ ഇതുള്ളത്. പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ബാംഗ്ലൂരിലും മറ്റ് നമ്മുടെ സമീപ നഗരങ്ങളിലൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിൽ പണം മുൻകൂട്ടി വാങ്ങി, കസ്റ്റമേഴ്സിൽ നിന്ന് പണം മുൻകൂട്ടി വാങ്ങി ഇവർ മയക്കുമരുന്ന് എവിടെയെങ്കിലും നിക്ഷേപിച്ച് അവിടെ ആ ലൊക്കേഷൻ ഉപഭോക്താക്കൾക്ക് കൈമാറി, ഫോട്ടോയും കൈമാറി ഉപഭോക്താക്കളെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് വരുന്നത്. ആ രീതിയിൽ അയാൾ പിടിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഈ തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ നടത്തി ഇവരെ പിടിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏത് തരത്തിലുള്ള രീതികൾ അവലംബിച്ചാലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെ പിടികൂടുമെന്നുള്ള കൃത്യമായൊരു മെസ്സേജാണ് നമ്മൾ നൽകാൻ ആഗ്രഹിക്കുന്നത്. ഇവർക്ക് പിന്നിൽ തളിപ്പറമ്പ് മേഖലയിൽ നിന്നുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. പള്ളിപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ഒരു സൈനു എന്നയാൾ ഇവരെ സഹായിക്കുന്നതായിട്ടുള്ള മൊഴി ഈ പിടികൂടിയ പ്രതികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർ സൈനു നൽകുന്ന നിർദ്ദേശത്തിൻ്റെ അനുസാരം ബാങ്ക് അക്കൗണ്ടുകളിൽ പണം കിട്ടിയ ശേഷം ഉപഭോക്താക്കൾക്ക് ലൊക്കേഷൻ സൈനുവിന് അയച്ചു കൊടുക്കുന്നു. സൈനു ഇത് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്ന രീതിയാണ് അവലംബിച്ചു വരുന്നത്. ഈ തരത്തിൽ പോയാലും പിടിക്കപ്പെടും എന്നുള്ളൊരു മെസ്സേജ് നൽകാനാണ് ഈ കേസ് ഉപകാരപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഹാഷിഷ് ഓയിലുമായിട്ട് 2 ചെറുപ്പക്കാരെ ഈ അടുത്ത പ്രദേശങ്ങളിൽ തന്നെ പിടികൂടിയിട്ടുണ്ട്. കൂടാതെ ബ്രൗൺ ഷുഗറും നമ്മൾ പിടികൂടിയിട്ടുണ്ട്. വടകര സ്വദേശികളായുള്ള 2 പേരാണ് ബ്രൗൺ ഷുഗറായിട്ട് പിടികൂടപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇവർക്ക് യുവാക്കൾ തന്നെയാണ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ളതെന്ന് തന്നെയാണ് ഇവരിൽ നിന്നുള്ള ഇൻഫർമേഷൻ. ഇവർ ഇപ്പം നമ്മൾ പിടികൂടിയിട്ടുള്ള പ്രതികൾ ആരും തന്നെ കസ്റ്റമേഴ്സിനെ നേരിട്ട് കാണുന്നില്ല. ഇപ്പം നമ്മൾ പിടികൂടിയിട്ടുള്ള പ്രതികൾ അവർക്ക് ആരിൽ നിന്നാണോ തളിപ്പറമ്പ് ഭാഗത്തു നിന്ന് നിർദ്ദേശം ലഭിക്കുന്നതാണ് അവർ പറയുന്നത്. അവർക്ക് കണ്ണൂർ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ബൈക്കുകളിൽ കറങ്ങി നടന്ന് ഡ്രോപ്പ് ചെയ്യും പല സ്ഥലങ്ങളിലായിട്ട്. ആ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഗൂഗിൾ ലൊക്കേഷൻ, GPS ലൊക്കേഷൻ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുകയാണ്. നേരിട്ട് ഇവരല്ല അയച്ചു കൊടുക്കുന്നത്. ഇവർക്ക് ആരാണോ നിർദ്ദേശം നൽകുന്ന അവരുടെ ബോസിനെ അയച്ചു കൊടുക്കുന്നു. ബോസ് അത് മറ്റ് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുകയാണ്. കസ്റ്റമേഴ്സിനായിട്ട് ഇവർക്ക് യാതൊരു വിധത്തിലുള്ള നേരിട്ടുള്ള ബന്ധവും ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്ന ഈ കുട്ടികൾക്ക് ഇല്ല എന്നുകൊണ്ട് തന്നെ ഇവരെ പിടിക്കപ്പെടില്ല എന്നുള്ളൊരു ധൈര്യമായിരുന്നു ഇവരെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കൃത്യമായ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവരെ പിടികൂടിയിട്ടുള്ളതാണ്.
സൈനു ഡയറക്റ്റായിട്ട് നമ്മൾ കേസെടുക്കുന്ന സമയത്ത് ഇവരുടെ കൂടെ ഉള്ള ആളല്ല. അയാൾ കാണാമറയത്തിരുന്നിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് അവലംബിക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഇത് പിടിക്കപ്പെടും. ഇവർ വാട്സപ്പ് കോളുകളിലൂടെയും ചാറ്റുകളിലൂടെയൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ CDR മാത്രം നമുക്ക് ലഭ്യമാകുന്നുള്ളതാണ് ഇവർ വിചാരിക്കുന്നത്. IPDR എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഈ വാട്സപ്പ് കോളുകളും ചാറ്റുകളും ഒക്കെ നിരീക്ഷിക്കാനുള്ള സംവിധാനം നമുക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരെയും നാർക്കോട്ടിക്സ് കൈകാര്യം ചെയ്യുന്നവരെയും നമ്മൾ പിടിക്കും എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ഇതോടുകൂടി നൽകാനുണ്ട്. ഇത് കൊണ്ടുവന്നതിൻ്റെ ഉറവിടത്തെക്കുറിച്ച് ഈ പറയുന്ന കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇവർക്ക് അവർ കൈമാറുന്നതാണത്. തളിപ്പറമ്പ് ഭാഗത്ത് നിന്ന് അവർക്ക് കൈമാറുന്ന മയക്കുമരുന്ന് കണ്ണൂർ നഗരത്തിൽ ഇവർ വിതരണം ചെയ്യണം. ഇനി അവരെ പിടിച്ചാൽ ഇത് എവിടെ നിന്നാണ് വന്നതെന്നുള്ള വിവരങ്ങൾ അറിയുള്ളൂ. അത് അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രമേ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കണ്ടെത്താൻ കഴിയൂ. ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ ഇപ്പം ഈ വിൽപ്പനക്കാരനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരുടെ ഫോൺ നമ്പർ കാണും. ആ ഫോൺ നമ്പർ ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ നമ്പർ ആയിരിക്കില്ല, ഗൾഫ് നമ്പർ ആയിരിക്കും. ഗൾഫ് നമ്പർ ഇവിടെ വന്നതിന് ശേഷം അതിൽ വാട്സപ്പ് ഓണാക്കും. വാട്സപ്പ് ഓണാക്കിയിട്ടാണ് അതിലൂടെ വഴിയാണ് കസ്റ്റമേഴ്സ് ഇവരെ ബന്ധപ്പെടുക. അപ്പോൾ കസ്റ്റമർക്ക് പോലും നമുക്ക് ഡയറക്റ്റ് ഇവരെ കോളിൽ ബന്ധപ്പെടാൻ കഴിയില്ല. ഈവൻ നമ്മൾക്ക് പോലും, അതായത് ഇവരുടെ ചിലപ്പം ഗൾഫിൽ നിന്നിട്ടായിരിക്കും ഇത് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കേരളത്തിൽ നിന്നിട്ടായിരിക്കാം. ചിലപ്പോൾ ചിലപ്പം കേരളമായിരിക്കാം, ചിലപ്പം ഗൾഫായിരിക്കാം. ബിക്കോസ് അവരുടെ ലൊക്കേഷൻ ഡിസേബിൾ ആയിരിക്കും, അല്ലേ? ലൊക്കേഷൻ ഡിസേബിൾ ആയിരിക്കും. അതുപോലെ വാട്സപ്പിൽ മാത്രമേ നെറ്റിൽ മാത്രമേ അവർ അവൈലബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്തരത്തിൽ ഇവരെ ഫോൺ ട്രേസിംഗ് ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായി വരുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സും ഇവരെ ബന്ധപ്പെടേണ്ടത് സാധാരണ നമ്പറിലൊന്നല്ല ബന്ധപ്പെടുക, വാട്സപ്പ് മുഖാന്തരമോ അല്ലെങ്കിൽ വേറെ ടെലിഗ്രാം കോളോ അല്ലെങ്കിൽ മറ്റ് ഫേസ്ബുക്ക് കോളോ, ഒരുപാട് കോളിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അതുവഴിയൊക്കെയാണ് ഇൻ്റർനെറ്റ് കോൾ വഴിയാണ് ബന്ധപ്പെടുക. ഇനി അങ്ങനെ ബന്ധപ്പെട്ടിട്ടാണ് ഇവർ ഇത് കളക്ട് ചെയ്യുന്നത്. കാരണം ഇത് നേരത്തെ ഷിജു പറഞ്ഞതുപോലെ ഡ്രോപ്പിംഗ് സിസ്റ്റം, അതായത് നേരിട്ട് ഒരിക്കൽ പോലും എക്സൈസോ അല്ലെങ്കിൽ പോലീസോ മറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളോ നമ്മളെ പിടിക്കാൻ പാടില്ല എന്ന കുബുദ്ധി, നല്ല രീതിയിലുള്ള ബുദ്ധി പിന്നീട് പ്രയോഗിച്ചിട്ടാണ് ഇതിൻ്റെ മയക്കുമരുന്ന് ഇവർ വിൽപ്പന നടത്തുന്നത്. അതായത് ഒരിക്കൽ പോലും കൈകൊണ്ട് മയക്കുമരുന്ന് തൊടാതെ, എന്നാൽ കംപ്ലീറ്റ് ബ്രെയിനും ഇവരുടെ കൈ തന്നെയായിരിക്കും. ആ രീതിയിലാണ് ഇവർ മയക്കുമരുന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മയക്കുമരുന്ന് വിൽപ്പന നടത്തി വരുന്നത്. ഇത് നിങ്ങൾക്കറിയാം, ഓർഡർ ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മൾ ആവശ്യക്കാരെന്ന വ്യാജേന നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ് പല മയക്കുമരുന്ന് കേസുകളും നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരെന്ന വ്യാജേന ഓർഡർ ചെയ്യുമ്പോൾ അവർ പിന്നെ മയക്കുമരുന്നായിട്ട് നമ്മളെ സമീപിക്കുന്ന സമയത്താണ് നമ്മൾ പിടിക്കുന്നത്. ഈ കേസിൽ എന്ത് ചെയ്യുന്നില്ല, ഇവർ നമ്മളെ സമീപിക്കുന്നില്ല, നമുക്ക് ലൊക്കേഷൻ മാത്രമേ അവൈലബിൾ ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രതികളെ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഇവർ ഈ സിസ്റ്റം അവലംബിക്കുന്നത്. ഇങ്ങനെയാണെങ്കിലും ഇത് പിടിക്കപ്പെടും എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് ഇത്തരം ക്രിമിനൽസിന് നൽകാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ മയക്കുമരുന്ന്, ഇപ്പോൾ സിന്തറ്റിക് മയക്കുമരുന്നുകളാണെങ്കിലും ഇത് വിതരണം ചെയ്യുന്ന ആൾക്കാർ എല്ലാം 20 വയസ്സ് 25 വയസ്സ് പ്രായത്തിലുള്ള ആൾക്കാരാണ്. അപ്പം ഇവർക്ക് നമ്മൾ വിചാരിക്കും ഈ മയക്കുമരുന്ന് കൊണ്ട് വിൽപ്പന നടത്തിയിട്ട് വലിയ ലാഭം ഉണ്ടാക്കുന്നു. വളരെ തുച്ഛമായ, ഈവൻ 2000 രൂപ 1000 രൂപയ്ക്കാണ് ഇത്രയും വലിയ റിസ്ക് എടുത്ത് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയാൽ ഇവർക്ക് കിട്ടുന്ന ലാഭം. ഇത്ര ഒരു ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇത്ര റിസ്ക് ഇവരെടുക്കുന്നതെന്നുള്ള കാര്യം. അതായത് ഇതിൻ്റെ മയക്കുമരുന്ന് നിയമപ്രകാരം ഇതിന് കിട്ടുന്ന ശിക്ഷ വലിയ ശിക്ഷയാണ്. അതുപോലും മൈൻഡ് ചെയ്യാതെ ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ചെറുപ്പക്കാരൊക്കെ ഇത്തരത്തിലുള്ള യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇവർക്ക് ആദ്യം ഇവർ യൂസ് ചെയ്യും, പിന്നീട് ഇതിൻ്റെ ഒരു വിൽപ്പനയിൽ ഒരു കണ്ണിയായിട്ട് മാറും. അങ്ങനെയാണിത് പലപ്പോഴും ഇവർ ചെയ്തു വരുന്നത്. നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. അവരെ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യാനുള്ളത്. അതെ, താളിക്കാവ് വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇൻഫർമേഷൻ ലഭിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. വാഹനത്തിൽ ഇവർ നിൽക്കുന്ന വാഹനത്തിന്റെ സമീപത്ത് വാഹനത്തിനോട് ചേർന്ന് ഇവർ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ല, പിന്നെ ശരീരത്തിന് മയക്കുമരുന്ന് കിട്ടിയത് ഇവർ ശരീരത്തിനാണ്. രണ്ടുപേരുടെ ശരീരത്തിൽ തന്നെയാണ് മയക്കുമരുന്ന് കിട്ടിയത്. അതെ, അതായത് ഇവർക്ക് തളിപ്പറമ്പ് ഭാഗത്ത് നിന്ന് ഇവർക്ക് നിർദ്ദേശം കിട്ടും. നിർദ്ദേശം കിട്ടുമ്പോൾ ഇവർ എവിടെയാണോ അവർ ലൊക്കേഷനിൽ അത് നിക്ഷേപിച്ചിട്ട് ആ ലൊക്കേഷൻ വീണ്ടും തളിപ്പറമ്പ് ഭാഗത്തേക്ക് ഒരു ബോസിന് അയച്ചു കൊടുക്കുന്നു. അവരത് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കും. അപ്പോൾ നിർദ്ദേശത്തിന് വേണ്ടി അവർ കാത്തു നിൽക്കുന്ന സമയത്താണ് നമ്മളിവരെ പിടിച്ചിട്ടുള്ളത്.